ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഈസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 1 ഫിസിക്സിലെ 1ാം പാഠം. അതിൻ്റെതായിട്ടുള്ള തിയറി കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 100% ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി കാണാൻ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എല്ലാ തിയറി പോർഷൻസ് ആണ് നമ്മൾ ഇതിൽ ക്ലിയർ ആക്കാൻ വേണ്ടി പോകണേ. ഓക്കെ അല്ലേ? ഒന്നാമത്തെയാണ് നമുക്ക് എന്താണ് ഓസിലേഷൻ ഉണ്ട്. എന്താണ് ഓസിലേഷൻ? പീരിയോഡിക് മോഷൻ where an object move back and forth to and fro around its equilibrium resting position at regular interval of time. എന്താണ് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷൻ ആണ് where an object move back and forth, അതായത് ഒരിടത്ത് തന്നെ തുടങ്ങി അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി. അപ്പോൾ ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എവിടെ നിന്ന്? ഇക്വിലിബ്രിയം പൊസിഷനിൽ. റെസ്റ്റിംഗ് പൊസിഷൻ ഏതൊരു സംഭവം ആയിക്കോട്ടെ അതെന്തായാലും ആദ്യം റെസ്റ്റിംഗിലായിരിക്കും ഉണ്ടാവും. പിന്നെയല്ലേ അത് ആടാൻ തുടങ്ങുക. അതാണെന്ത് ഓസിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എക്സാമ്പിൾ എന്താണ്? മോഷൻ ഓഫ് എ സ്വിംഗ്, ഊഞ്ഞാലിന്റെ ചലനം. അത് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഓസിലേറ്റിംഗ് ഒബ്ജക്ട് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു സൈഡിലേക്ക് ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്തെന്ന് പറയാം? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, അതിന്റെ സിമ്പിൾ എന്താണ്? കുഞ്ഞി എ ആണ്. അതിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഒരു ഓസിലേഷൻ എപ്പോഴാണ് പറയുക? ഒരു ഓസിലേഷൻ എന്ന് പറയണമെങ്കിൽ എ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് മോഷൻ റിട്ടേണിംഗ് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തുടങ്ങി ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ച് റിട്ടേൺ ആയി വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പറയാം അതെന്താണ് ഒരു ഓസിലേഷൻ ആയി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ വന്നിട്ടുണ്ട്, നോക്കി വെക്കാം. അതാണെന്ത്? പീരീഡ്. പീരീഡ് ആണ് നമ്മൾ എന്താ പറയാ? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഫുൾ ഓസിലേഷൻ. എന്ന് പറയുന്നത് ഒരു ഫുൾ ആയിട്ടുള്ള ഓസിലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് വൺ ഓസിലേഷൻ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓസിലേഷൻ ഉണ്ടാകാൻ എടുത്ത ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പീരീഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പീരീഡ് എന്നും പറയും. അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ T ആണ്. SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ് ഓർത്ത് വെക്കാം. ഇനി അതിന്റെ എക്സാമ്പിൾ ആണ് 30 ഓസിലേഷൻ ടേക്ക് 60 സെക്കൻഡ്സ്. 30 ഓസിലേഷൻ 60 സെക്കൻഡ് കൊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പീരീഡ് കണ്ടുപിടിക്കും. T കുഞ്ഞു T/N. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. അടുത്തതാണെന്ത്? ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്താ സംഭവം? നമ്പർ ഓഫ് ഓസിലേഷൻ കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്ത ഓസിലേഷൻ ആണ് നമ്മൾ എന്ന് പറയാ ഫ്രീക്വൻസി എന്ന് പറയാം. ഒരു ഓസിലേഷൻ ഉണ്ടാകാനെടുത്ത സമയത്തിനാണ് ടൈം എന്ന് പറയാ. ഒറ്റ സെക്കൻഡ് ഉണ്ടായ ഓസിലേഷൻ നമ്മൾ ഇതെന്ന് പറയാം ഫ്രീക്വൻസി എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇതിന്റെ സിമ്പിൾ നമ്മൾ എന്താക്കി എടുത്തു? കുഞ്ഞ് F ആയിട്ട്. SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ 30 ഓസിലേഷൻ ഒക്യൂർ ഇൻ 60 സെക്കൻഡ്സ്. 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്താണ്? F കാണാൻ എന്ത് ചെയ്താൽ മതി? 30/60. അപ്പോൾ 1/2. അതിന് നമ്മൾ ഒന്നുകൂടി ചുരുക്കാൻ നേരത്ത് 0.5 ഹെർട്സ് എന്ന് വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ആണ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. കിലോ ഹെർട്സ് ഉണ്ട്, മെഗാ ഹെർട്സ് ഉണ്ട്. നമ്മളെ പറ്റിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ മെഗാ ഹെർട്സ് തന്നെ എന്താണ് ഈ മെഗാ ഹെർട്സ് നമ്മൾ എവിടെയും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആവരുത്. കിലോ ഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 10 ക്യൂബ് ഹെർട്സ് ആണ്. 1 മെഗാ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 10⁻⁶ ഹെർട്സ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെയും പീരീഡിന്റെയും റിലേഷൻഷിപ്പ് എന്താണ്? ഫ്രീക്വൻസി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ പീരീഡ്. പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? F = 1/T. അതേപോലെ തന്നെ ആസ് പീരീഡ് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. പീരീഡ് കൂടാൻ നേരത്തെ എന്ത് കുറയും? ഫ്രീക്വൻസി കുറയും. അങ്ങനെയാണെങ്കിൽ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് the inherent frequency at which an object vibrates when disturbed and left free. അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാം? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നാച്ചുറൽ ഫ്രീക്വൻസി എന്തൊക്കെയാണ്? ഒബ്ജക്ട് സൈസ് ഓഫ് ദ ഒബ്ജക്ട്, എലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. അടുത്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ? when an object is made to vibrate by an external vibrating source. ഞാൻ പറഞ്ഞു കിടക്കുന്ന ഒരു സാധനത്തിന് പോയി നമ്മളൊന്ന് തട്ടിവിടാൻ നേരത്ത് അതെന്ത് ചെയ്യുന്നു? ഇളകുന്നു. ചുമ്മാ അവിടെ കിടക്കുന്ന സാധനത്തിന് നമ്മൾ പിടിച്ച് ഇപ്പൊ ഒരു പട്ടി അവിടെ കിടക്കണം, നമ്മൾ അതിന് പോയി ഒരു തല്ലി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ തിരിച്ചടിക്കില്ലേ? അല്ലെങ്കിൽ ആ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ ടേബിളിലെ ഒരു ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് അടിക്കാൻ നേരത്ത് രണ്ടും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തായി? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആയി. അതായത് ഒരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്തു? ഫോഴ്സ് ചെയ്തു. എന്തിനെ? വൈബ്രേറ്റ് ചെയ്യാൻ. അത്രേ ഉള്ളൂ. എക്സാമ്പിൾ ആണ് എ ടേബിൾ വൈബ്രേറ്റിംഗ് ലൗഡർ when a struck tuning fork placed on it. ഒരു ടേബിളിന്റെ മണ്ടേ കൊണ്ടിട്ട് ഒരു ട്യൂണിംഗ് ഫോർക്ക് വെച്ചപ്പോൾ അതിന്റെ സൗണ്ട് കിട്ടി, നമുക്ക് ലൗഡർ ആയിട്ട് നമുക്ക് കിട്ടി. അത്രേ. ഇനി എന്താണ് റെസൊണൻസ് എന്ന് പറയുന്നത്? എ സ്പെഷ്യൽ കേസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ where the frequency of the
external source forcing object matches the natural frequency of the object being forced to vibrate. അതായത് ആ ഫോഴ്സിങ് ഒബ്ജക്റ്റിന്റെയും ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി സെയിം ആയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റെസൊണൻസ് എന്ന് പറയാ. ഓക്കെ ആണോ? ഇനി അതിന്റെ എഫക്ട് എന്താണ്? ഒബ്ജക്റ്റ് വൈബ്രേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? അത് അതിൻ്റെതായിട്ടുള്ള മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്തു? വൈബ്രേറ്റ് ചെയ്തു. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു വിടാം കേട്ടോ. ഇനി അടുത്താണ് ആപ്ലിക്കേഷൻ ഓഫ് റെസൊണൻസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ആ രണ്ടിന്റെയും ആപ്ലിക്കേഷൻ എന്താണ്? MRI സ്കാനിങ് ഉണ്ട്, റേഡിയോ ട്യൂണിംഗ് ഉണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഗിറ്റാർ, വയലിൻ, മൃദംഗം, സ്റ്റെതസ്കോപ്പ് ഉണ്ട്, ആംപ്ലിഫൈങ് ഫെയിന്റ് സൗണ്ട്സ് ഉണ്ട്, മെഗാഫോൺസ് ഉണ്ട്, ഹോൺസ് ഉണ്ട്, ട്രംപറ്റ്സ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ റെസൊണൻസ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ ആപ്ലിക്കേഷൻസ് ആണ്. പഠിച്ചിട്ട് തന്നെ പോകണം. ഒന്നാമത്തെ നമുക്ക് ഫീച്ചറിൽ വന്നിട്ട് പാർട്ടിക്കൽ വൈബ്രേഷൻ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൽ എന്തായിരിക്കും? വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വേവ് പ്രൊപ്പഗേഷൻ. അപ്പൊ പാരലൽ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വേവ് ഓഫ് പ്രൊപ്പഗേഷൻ. ഇനി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? കംപ്രഷൻ, അതുപോലെ റിയർ ഫാഷൻ. ഇനി ഇവിടെ ആണെങ്കിലോ ക്രസ്റ്റ് ഉണ്ട്, ട്രഫ് ഉണ്ട്. ഇനി പ്രഷർ വേരിയേഷൻ എന്തൊക്കെയാണ്? ഇൻവോൾവ് പ്രഷർ വേരിയേഷൻ മീഡിയത്തില് ഇവിടെ എന്താണ്? പ്രഷർ വേരിയേഷൻസ് ഇൻവോൾവ് ചെയ്യുന്നില്ല. അടുത്താണ് എക്സാമ്പിൾ. എന്തൊക്കെയാണ് എക്സാമ്പിൾ? സൗണ്ട് വേവ്സ് ഇൻ എയർ, വേവ് പ്രൊഡ്യൂസ്ഡ് ബൈ പുഷിംഗ് ഓർ പുള്ളിംഗ് സ്ലിംഗി. അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവിൽ എന്തൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരിക? വേവ്സ് ഓൺ സ്ട്രെഞ്ചഡ് സ്ട്രിംഗ്, സ്ലിംഗി, മൂഡ് അപ്പ് ആൻഡ് ഡൗൺ, ലൈറ്റ് വേവ്, ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും എന്തിന്റെ എക്സാമ്പിൾ ആണ്? നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, എക്സാമ്പിൾ സൗണ്ട് വേവ്, ലൈറ്റ് വേവ്സ്, റേഡിയോ വേവ്സ്, വാട്ടർ റിപ്പിൾസ്, സ്പെസിഫിക് വേവ്സ്, ഇതിനെല്ലാം തന്നെ എക്സാമ്പിൾ ആണ്. ടൈപ്പ് ഓഫ് വേവ്സ് റിക്വയർമെന്റ് ആണ്. മെക്കാനിക് വേവ്സും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും. അതിനെന്ത് വേണം? മീഡിയം വേണം. എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് വായിച്ചു വിടണേ, നോട്ട് തരാവേ. പിന്നെ പാർട്ടിക്കൽ വൈബ്രേഷൻ അതായത് മെക്കാനിക്കൽ വേവ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫീച്ചേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത് കുഞ്ഞു വി ആണ്. ഡിസ്റ്റൻസ് ദ വേവ് ട്രാവൽ പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമില് ട്രാവൽ ചെയ്ത ആ വേവിനെയാണ് നമ്മൾ പറയാ സ്പീഡ് ഓഫ് വേവ്. അതിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഇവരുടെ റിലേഷൻഷിപ്പ്. സ്പീഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അപ്പൊ ഫോർമുല എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് സ്പീഡ്, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡിന് വേണ്ടി നമ്മുടെ ഫ്രീക്വൻസിയും അതേപോലെ വേവ് ലെങ്ത്തും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്താണ്? സൗണ്ട് വേവ്സ് ബൗൺസ് ഓഫ് സർഫസ്. സർഫസിൽ നിന്നും സൗണ്ട് വേവ് തട്ടി അതേപോലെ തെറിച്ച് പോകുന്നതിനാണ് നമ്മൾ എന്താ പറയാ? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയാം. പിന്നെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ കൂടുതലായിട്ടും എന്ത് റിഫ്ലക്ട് ചെയ്യും? നമ്മുടെ സൗണ്ട് നല്ലപോലെ റിഫ്ലക്ട് ചെയ്യും. റഫ് സർഫസിലാണെന്നുണ്ടെങ്കിൽ അവിടെ കുറവായിരിക്കും. ഇനി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എങ്ങനെയാണ്? എന്താ? അപ്പോൾ സൗണ്ട് റിഫ്ലക്റ്റിംഗ് റിപ്പീറ്റഡ്ലി ഓഫ് സർഫസ് കോമൺ ഇൻ എൻക്ലോസ്ഡ് സ്പേസസ്. നമ്മൾ ഗുഹയ്ക്കുള്ളിൽ പോയിട്ട് നമ്മളവിടെ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല മുഴക്കത്തില് നമ്മൾ പറഞ്ഞ കാര്യം നമുക്ക് 2-3 തവണ കേൾക്കില്ലേ? അപ്പൊ അതിനെയാണ് എന്താ പറയാ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സൗണ്ട് ബോർഡ്സ് ആർ കർവ്ഡ് സീലിംഗ്സ് ഇൻ ഓഡിറ്റോറിയം യൂസ് റിഫ്ലക്ഷൻ ഡിസ്ട്രിബ്യൂട്ട് സൗണ്ട് ഈവൻ ആയിട്ട് സൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചില ഓഡിറ്റോറിയത്തിന് മേലെ എന്ത് ചെയ്യാറുണ്ട്? സീലിംഗ്സ് കർവ്ഡ് ആയിട്ട് വെക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്കോ എന്താണ്? റിപ്പീഷൻ ഓഫ് എ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട്. ഒറിജിനൽ സൗണ്ടിന് ശേഷം റിഫ്ലക്ഷൻ കാരണം ഉണ്ടായ സൗണ്ട് തന്നെയാണ്, ബട്ട് കുഞ്ഞു ഡിഫറൻസ് ആണ് റിഫ്ലക്ഷനും എക്കോയും തമ്മിൽ. ഡിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ആണെങ്കിലോ ഹ്യൂമൻ ഇയർ റിട്ടൈൻ സെൻസേഷൻ സൗണ്ട് അബൌട്ട് 0.1 സെക്കൻഡ് അല്ലെങ്കിൽ 1/10 സെക്കൻഡ്. ഹിയറിംഗ് എക്കോ കേൾക്കാനുള്ള കണ്ടീഷൻ എന്താണ്? 0.1 സെക്കൻഡിന് ശേഷമായിരിക്കണം അടുത്ത സംഭവം നമ്മൾ കേൾക്കാൻ. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് വരും. മിനിമം ഡിസ്റ്റൻസ് എന്താണ്? അപ്രോക്സ് 350 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, കാൽക്കുലേഷൻ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്താൽ സ്പീഡ് ടൈം ചെയ്താൽ മതി. അതേ ബൈ 2 ചെയ്യണം. അപ്പോൾ 350 മീറ്റർ ബൈ 0.1 സെക്കൻഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 17.5 മീറ്റർ കിട്ടും. ഫോർമുല D=2V/T എന്ന് ചെയ്യാം. റിവർബറേഷൻ എന്ന് പറയുന്നത് പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ഇൻ ആൻ എൻക്ലോസ്ഡ് സ്പേസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ്. ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് അവിടെ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് മൾട്ടിപ്പിൾ റിഫ്ലക്ഷനായി നമ്മൾ കേൾക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയാ റിവർബറേഷൻ എന്ന് പറയാം. ഇനി ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി ഹ്യൂമൻ ഹിയറിംഗ്. ഓഡിബിൾ റേഞ്ച് എത്രയാണ്? 20 Hz to 20,000 Hz ആണ്. ഇൻഫ്രാസോണിക് സൗണ്ടോ ബിലോ 20 Hz ആണ് കേട്ടോ. ഇനി സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എലിഫന്റ്, സിസ്മിക് വേവ്സ് ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ. എന്തിന്റെ? നമുക്ക് ഹ്യൂമൻസിന് കേൾക്കാൻ പറ്റാത്തതിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, അൾട്രാസോണിക് സൗണ്ട് ആണെങ്കിലോ സൗണ്ട് ഫ്രീക്വൻസി അബവ് 20,000 Hz ആണ്. ഇത് നമുക്ക് ഹ്യൂമൻസിന് കേൾക്കാൻ പറ്റില്ല. ഇവിടെ ഗാൽറ്റം വിസിൽ, അതായത് പട്ടിക്കുട്ടികളൊക്കെ വിളിക്കാൻ വേണ്ടി ട്രെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന ആ വിസിലാണ് അത് കേട്ടോ.
ഇനി യൂസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട് എന്തൊക്കെയാണ്? ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ ദി കിഡ്നി. നമ്മൾ കിഡ്നിയിലുള്ള കുഞ്ഞു കുഞ്ഞു കല്ലിനെ ക്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യും. ടേക്ക് ഇമേജസ് ഓഫ് ഇന്റേണൽ ഓർഗൻ്റെ ഇമേജസ് എടുക്കാൻ യൂസ് ചെയ്യും. ഇൻഡസ്ട്രിയൽ ക്ലീനിങ്ങിന് യൂസ് ചെയ്യും. സോണാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റാങ്കിങ്. ഷിപ്സിലും അതുപോലെ സബ്മാരീൻസിലും ഡെപ്ത് അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുക കേട്ടോ. ഇനി ബാറ്റ് യൂസ് അൾട്രാ സൗണ്ട് ഫോർ നാവിഗേഷൻ ആൻഡ് ഹണ്ടിങ് പ്രേ ഇൻ ദ ഡാർക്ക്. ബാറ്റ് ഈ ഒരു അൾട്രാസോണിക് യൂസ് ചെയ്തുകൊണ്ട് ഇരുട്ടിൽ അവരുടേതായിട്ടുള്ള ഭക്ഷണം അവരെന്ത് ചെയ്യാറുണ്ട്? ഹണ്ട് ചെയ്യാറുണ്ട്. ഇനി സിസ്മിക് വേവ്സ് ആൻഡ് സുനാമി. സിസ്മിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ്സ് ദാറ്റ് ട്രാവൽ ത്രൂ എർത്തിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന വേവുകളിനെയാണ് സിസ്മിക് എന്ന് പറയാം. യൂഷ്വലി കോസ്ഡ് ബൈ എർത്ത് ക്വേക്സ്, വോൾക്കാനിക് എറപ്ഷൻ ഓർ ലാർജ് എക്സ്പ്ലോഷൻ. സിസ്മിക് വേവ് ആ ഒരു കില്ലാടിയാണ് എർത്ത് കേക്കിലും വോൾക്കാനിക് എറപ്ഷനിലും അതുപോലെ ലാർജ് ആയിട്ടുള്ള എക്സ്പ്ലോഷൻസിലൊക്കെയാണ് മെയിനായിട്ടും സിസ്മിക് വേവ്സ് മെയിനായിട്ടും കാണാം. സുനാമിയോ സീരീസ് ഓഫ് ലാർജ് ഓഷ്യൻ വേവ്സ് ജനറേറ്റഡ് ബൈ ദ സഡൻ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ലാർജ് വോളിയം ഓഫ് വാട്ടർ. പെട്ടെന്നുണ്ടാവുന്ന ഒരു സീരീസ് ഓഫ് ലാർജ് ഓഷ്യൻ വേവ്സ്, വലിയ വലിയ കടൽ തീരങ്ങൾ. അത്രേ ഉള്ളൂ.